നല്ല പാട്ടാണല്ലോ. നാളെ സൺഡേ സ്കൂളിൽ പാടാനുള്ള പാട്ടാണ്. മോളെന്ത് ഇതുവരെ പോകാതിരുന്നത്? നമ്മുടെ പപ്പ വന്നില്ലേ? പപ്പ ഇതുവരെ വന്നില്ല. പപ്പ കുറച്ച് ലേറ്റ് ആകുന്നാ പറഞ്ഞത്. സാരമില്ല ടീച്ചർ, മോളുടെ കൂടെ ഇരിക്കാൻ പപ്പ വരുന്നത് വരെ. താങ്ക് യു ടീച്ചർ. വെൽക്കം. ടീച്ചർ, ഉണ്ണീശോയെ നമ്മൾ പുൽക്കൂട്ടിൽ കിടത്തുന്നതിനാ വീടിനകത്ത് കിടത്തിയാൽ പോരെ? ഉണ്ണീശോ പുൽക്കൂട്ടിലാണ് ജനിച്ചത്. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ പുൽക്കൂട്ടിൽ ഉണ്ടാക്കി അതിൽ ഉണ്ണീശോയെ കിടത്തുന്നത്. ഉണ്ണീശോയുടെ ജനനത്തെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരാമോ ടീച്ചർ? മമ്മിയോട് ചോദിച്ചാൽ മമ്മി എപ്പോഴും കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരിക്കും. പപ്പയാണെങ്കിൽ മൊബൈലിലും. ആർക്കും സമയമില്ല. സാരമില്ല, ടീച്ചർ പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കാം. ഓക്കെ, നമുക്കങ്ങ് മാറിയിരിക്കാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ മറിയം എന്ന പേരായ അതിസുന്ദരിയായ ഒരു കന്യക താമസിച്ചിരുന്നു. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട മരപ്പണിക്കാരനായ ജോസഫുമായി അവളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ദൈവദൂതനായ ഗബ്രിയേൽ മാലാഖ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. മറിയം അത്ഭുതത്തോടെ ചോദിച്ചു, എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം? മറിയമേ, ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. മാലാഖ മറിയത്തിന്റെ മുന്നിൽ നിന്നും മറഞ്ഞു. മറിയം ഗർഭിണിയായ വിവരം അറിഞ്ഞ് ജോസഫ് വല്ലാതെ അസ്വസ്ഥനായി. എന്നാൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ജോസഫ് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. എന്നിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം അഗസ്റ്റസ് സീസറുടെ കൽപ്പനയനുസരിച്ച് പേര് ചേർക്കാൻ ജോസഫും മറിയവും ജോസഫിന്റെ നാടായ ബെത്ലഹേമിലേക്ക് യാത്രയായി. അവർ ബെത്ലഹേമിൽ എത്തിയപ്പോൾ മറിയത്തിന് പ്രസവവേദന ആരംഭിച്ചു. ജോസഫ്, ഇനിയൊരടി മുന്നോട്ട് നടക്കാൻ എനിക്ക് വയ്യ. ശക്തമായ വേദന. നമുക്ക് എവിടെയെങ്കിലും തങ്ങാം. മറിയം, ഇവിടെ ഇരിക്കുക. ഞാൻ താമസിക്കാനുള്ള സ്ഥലം അന്വേഷിച്ചു വരാം. എല്ലാ സത്രങ്ങളിലും വീടുകളിലും ജോസഫ് സ്ഥലം അന്വേഷിച്ച് നടന്നു. എന്നാൽ ഒരിടത്തും സ്ഥലം കിട്ടിയില്ല. ജോസഫ് മറിയത്തോട് പറഞ്ഞു, എല്ലായിടത്തും ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഒരിടത്തും സ്ഥലമില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇവിടെ അടുത്തൊരു കാലിത്തൊഴുത്തുണ്ട്. തൽക്കാലം നമുക്ക് അവിടേക്ക് പോവാം. ശരി, നമുക്ക് അങ്ങോട്ട് പോകാം. മറിയവും ജോസഫും കാലിത്തൊഴുത്തിലേക്ക് യാത്രയായി. ആ തണുത്ത രാത്രിയിൽ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നു. ഉണ്ണിയേശുവിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് മറിയം പുൽത്തൊട്ടിലിൽ കിടത്തി. ഉണ്ണി പിറന്നു, ഉണ്ണിയേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണിയേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണിയേശു പിറന്നു. ഉണ്ണിയേശുവിനെ ആദ്യം കാണുവാനുള്ള ഭാഗ്യം ആർക്കാണ് ഉണ്ടായതെന്നറിയാമോ? ഇല്ല. ആർക്കാണ് ഭാഗ്യമുണ്ടായത്? ആട്ടിടയന്മാർക്ക്. ചെരുവുകളിൽ ആടുകൾക്ക് കാവലിരിക്കുകയായിരുന്ന ആട്ടിടയന്മാരുടെ മുൻപിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ഇതാ സകല ജനത്തിനും വേണ്ടി മഹത്തായ സന്തോഷത്തിന്റെ വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു.
ആട്ടിടയന്മാർ വളരെ സന്തോഷത്തോടു കൂടി കാലിത്തൊഴുത്തിലെത്തി ഉണ്ണി യേശുവിനെ കണ്ടു വണങ്ങി. പിന്നെ ആരാണ് ഉണ്ണീശോയെ കണ്ടത്? അതോ ദൂരെ നിന്നും ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 കന്മാരെത്തി. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മാലാഖമാരവർ വാനവീഥികൾ സ്തുതിഗീതങ്ങൾ പാടി സ്തുതിഗീതങ്ങൾ പാടി. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings we bring to you and your king. Good tidings for Christmas and a Happy New Year. We wish you a Merry Christmas. We